ഹായ്, ഹലോ, നമസ്കാരം, ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. ഗുഡ് മോർണിംഗ്. ഞാൻ ഗൂഗിൾ സുരേന്ദ്രൻ. വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ചായി വീഡിയോ ഇട്ടിട്ട് കുറച്ച് തിരക്കായിപ്പോയി. ഞാൻ എൻ്റെ ബ്രോ ക്യാമ്പിൻ്റെ അവസാന വീക്കുകളിലാണ്. സോ ഒത്തിരി പഠിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതുകൊണ്ട് ഇച്ചിരി ലാഗായി പോയി. പക്ഷേ മാക്സിമം ഇനി കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോ ഇടാൻ ശ്രമിക്കാം. എനിവേസ് ഇന്നത്തെ വീഡിയോയുടെ വിഷയം എന്ന് പറയുന്നത് പൊതുവേ പുതുതായിട്ട് ഗെയിം ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത ആൾക്കാർക്ക് തോന്നുന്ന ചില സംശയങ്ങളും അതിനുള്ള ഉത്തരങ്ങളുമാണ് ഈ ഒരു വീഡിയോ. ഞാൻ ആദ്യമായിട്ട് ബ്രോ ക്യാമ്പിൽ ജോയിൻ ചെയ്തപ്പോൾ എനിക്ക് ഈ സംശയങ്ങളുണ്ടായിരുന്നു. അന്ന് ഞാൻ എൻ്റെ സീനിയേഴ്സിനോടാണ് അതൊക്കെ ചോദിച്ചത്. അവരൊക്കെ പറഞ്ഞു തന്നു. ഓൾറെഡി ഗെയിം ഡെവലപ്മെൻറ്റിലുള്ള സീനിയേഴ്സ് ഉണ്ടായിരുന്നു. അവരൊക്കെ ഞാൻ ഇത് പോയി ചോദിച്ചു. അവരെന്നെ ഗൈഡ് ചെയ്തു. പിന്നീട് പുതിയ ആൾക്കാർ വന്നപ്പോൾ അവരെന്നോടും ചോദിച്ചു. ഞാൻ അവരെ ഗൈഡ് ചെയ്തു. ഇപ്പോൾ വരുന്ന പിള്ളേർ ഇപ്പോൾ ഉള്ള ആൾക്കാരോട് പോയി ചോദിക്കുന്നുണ്ടെന്നാണ് ഞാൻ കേട്ടത്. സോ പൊതുവെ ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. അതാണ് ഞാൻ ഇന്നൊരു വീഡിയോ ആക്കി ഇടാമെന്ന് കരുതുന്നത്. സോ നിങ്ങൾക്കറിയാം ഇനി ഈ ചാനലിൽ കൂടുതൽ വരാൻ പോകുന്നത് ഗെയിം ഡെവലപ്മെൻറ്റ് കണ്ടൻറ്റാണ്. സോ നിങ്ങൾക്ക് ഈ ചോദ്യങ്ങൾ നിങ്ങൾക്ക് വരാൻ ചാൻസസ് ഉണ്ട്. സോ ഈ വീഡിയോ ഒരു ബിഗിനർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. സോ നിങ്ങളൊരു ഇൻ്റർമീഡിയറ്റോ അല്ലെങ്കിൽ ഓൾറെഡി എക്സ്പേർട്ടായ ഒരു ഗെയിം ഡെവലപ്പർ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കാണേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വലിയ ഹെൽപ്ഫുൾ ഒന്നും ആയിരിക്കത്തില്ല ഈ വീഡിയോ. നിങ്ങൾ ബിഗിനർ ആണെങ്കിൽ ഈ വീഡിയോ കണ്ടിരിക്കുക. ഓക്കെ. സോ ഒന്നാമത്തെ ചോദ്യം, ചേട്ടാ ഗെയിം ഡെവലപ്മെൻറ്റ് പഠിക്കാൻ എളുപ്പമാണോ? ഇതാണ് പൊതുവെയുള്ളൊരു ചോദ്യം. ഈ പ്രോഗ്രാമിംഗ് പാടാണോ? ഈ പറഞ്ഞ ഫിസിക്സൊക്കെ വേണോ ഒത്തിരി? അതുപോലെ ഗെയിം കളിക്കുന്ന പോലെ അത്ര എളുപ്പമുള്ള പണിയാണോ ഗെയിം ഉണ്ടാക്കുന്നത്? ഇതൊക്കെയാണ് പൊതുവെ വരുന്ന ചോദ്യങ്ങൾ. സോ യെസ് ആൻഡ് നോ അതാണ് ഉത്തരം. ഗെയിം കളിക്കുന്നത് അത്ര എളുപ്പമുള്ള പരിപാടിയല്ല ഗെയിം ഉണ്ടാക്കുന്നത്. ഓക്കെ. യെസ് ആൻഡ് നോ എന്ന് പറയാൻ കാര്യം, ചില കാര്യങ്ങൾ തുടങ്ങി വരുമ്പോൾ ചിലപ്പോൾ എളുപ്പമാണെന്ന് തോന്നും ചിലർക്ക്. പിന്നെ എന്തെങ്കിലും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ പാടായിട്ട് തോന്നും. പിന്നെ അത് എളുപ്പമാവും. അത് പഠിച്ച് മനസ്സിലാക്കി കഴിയുമ്പോൾ അത് എളുപ്പമാവും. വീണ്ടും പുതിയൊരു കോൺസെപ്റ്റ് വരും, അത് പാടായിരിക്കും. പിന്നെ അത് മനസ്സിലാക്കി എടുക്കുമ്പോൾ ആ സംഭവം എളുപ്പമാവും. സോ ഇങ്ങനെ ആയിരിക്കും നിങ്ങളുടെ പഠിത്തം പോകുന്നത്. അറിയില്ല, ബ്രോ ക്യാമ്പിലൊരു സെൽഫ് ലേണിംഗ് പരിപാടിയാണ്. സോ ആരും പഠിപ്പിച്ച് തരാനൊന്നുമില്ല. നമ്മൾ തന്നെ വേണം ഡൗട്ട്സ് വരുമ്പോൾ നെറ്റിൽ സെർച്ച് ചെയ്ത് മറ്റുള്ളവരോട് ചോദിച്ചൊക്കെ കണ്ടുപിടിക്കാം. സോ അങ്ങനെ പഠിച്ചു പോകുമ്പോൾ നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യും കാര്യങ്ങളെല്ലാം. സോ അതൊരു പറഞ്ഞില്ല ഇങ്ങനത്തെ ഒരു പോക്കായിരിക്കും. അതുകൊണ്ട് ചിലപ്പോൾ ചില സമയത്ത് ചില ബഗ് അടിച്ചിരുന്നൊക്കെ പോകാറുണ്ട് നമ്മൾ. പക്ഷേ അതുമായിട്ട് ഇഷ്ടപ്പെട്ട് മുന്നോട്ട് പോയാൽ നിങ്ങൾക്കത് തരണം ചെയ്ത് അത് പഠിച്ചെടുക്കാൻ പറ്റും. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങളൊരു 10 വർഷം മുമ്പ് ഈ പണിക്ക് ഇറങ്ങുന്നതിനേക്കാളും എളുപ്പമായിരിക്കും ഇപ്പോൾ ചെയ്യുന്നത്. 10 വർഷം മുമ്പേ നിങ്ങളൊരു ഗെയിം ഡെവലപ്പർ ആവാൻ ശ്രമിക്കുന്നതിനേക്കാളും എളുപ്പമാണ് ഇപ്പോൾ അതിന് ശ്രമിക്കുന്നത്. കാരണം ഇപ്പോൾ ചാറ്റ് GPT അങ്ങനെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. നമുക്ക് ഒരുപാട് ഡോക്യുമെൻറ്റേഷൻ ഉണ്ട് നോക്കി പഠിക്കാനൊക്കെ ആയിട്ട്. സോ കുറച്ചുകൂടെ എളുപ്പമായിട്ടുണ്ട്. അതിനി എളുപ്പമാകും മുന്നോട്ട് പോകുമ്പോൾ. സോ ഇത് നല്ലൊരു സമയമാണ് തുടങ്ങി വയ്ക്കാൻ വേണ്ടിയിട്ട്. സോ ഒന്നും ലൈക്ക് എന്താ പറയുക, എളുപ്പമായിരിക്കില്ല, എന്തെങ്കിലും പാട് കാണും. സോ മിക്സായിരിക്കും. നിങ്ങൾ പക്ഷേ മെനക്കെട്ട് പോകാൻ തയ്യാറാണെങ്കിൽ നിങ്ങളത് പഠിച്ചെടുക്കുക തന്നെ ചെയ്യും. ഞാൻ പഠിച്ചു. എനിക്ക് യാതൊരുവിധ കോഡിങ് എക്സ്പീരിയൻസും ഇല്ല ഇതിനു മുമ്പ്. നിങ്ങളുടെ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, ഞാനൊരു സെയിൽസ്മാനും മൊബൈൽ ടെക്നീഷ്യനൊക്കെ ആയിരുന്നു. സോ എനിക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ എല്ലാവർക്കും പഠിക്കാൻ പറ്റും. മെനക്കെട്ടാൽ എല്ലാവർക്കും പഠിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു ഐഡിയ. അതാണ് ആദ്യത്തെ ചോദ്യം. ഇനി രണ്ടാമത്തെ ചോദ്യം, മിക്കവാറും വരുന്ന രണ്ടാമത്തെ ചോദ്യം, ഏത് ഗെയിം എഞ്ചിൻ എടുക്കും? യൂണിറ്റി എടുക്കണോ അൺറിയൽ എടുക്കണോ? ഇതാണ് പൊതുവെ വരുന്ന അടുത്ത ചോദ്യം. ഈ രണ്ട് എഞ്ചിനാണ് ബ്രോ ക്യാമ്പിൽ പഠിപ്പിക്കാൻ ഉള്ളത്, കോഴ്സസ് ഉള്ളത് ഈ രണ്ട് എഞ്ചിന് വേണ്ടിയിട്ടാണ്. ഈ രണ്ട് ഡൊമൈനാണ്, ഗെയിം ഡെവലപ്മെൻറ്റ് യൂസിങ് യൂണിറ്റി അല്ലെങ്കിൽ ഗെയിം ഡെവലപ്മെൻറ്റ് യൂസിങ് അൺറിയൽ. എൻ്റെ റെക്കമെൻഡേഷൻ, നിങ്ങൾ പുതിയൊരാളാണെങ്കിൽ, നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള കോഡിങ് എക്സ്പീരിയൻസോ ഒന്നുമില്ല, നിങ്ങൾ ആദ്യമായിട്ട് ഗെയിം ഡെവലപ്മെൻറ്റിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ യൂണിറ്റി എടുക്കുക. ഞാൻ എടുത്തത് യൂണിറ്റിയാണ്. അതിനുള്ള കാരണം, യൂണിറ്റിക്ക് കമ്പാരിറ്റീവ്ലി അൺറിയലിനേക്കാളും കൂടുതൽ റിസോഴ്സസ് ഉണ്ട്, കൂടുതൽ വീഡിയോസ് ഉണ്ട്, ട്യൂട്ടോറിയൽസ് ഉണ്ട്, കൂടുതൽ ഡോക്യുമെൻറ്റേഷൻ ഉണ്ട്. യൂണിറ്റിയുടെ എല്ലാ കാര്യങ്ങൾക്കും ഡോക്യുമെൻറ്റേഷൻ ഉണ്ട്, നിങ്ങൾക്ക് പോയി വായിച്ചു നോക്കാൻ പറ്റും. പക്ഷേ അൺറിയൽ എടുത്തിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുള്ളത് ഇത് കുറവാണെന്നാണ്. അത് അൺറിയലിലേക്ക് വരുമ്പോൾ ട്യൂട്ടോറിയൽസും ഈ പറഞ്ഞ വീഡിയോസും അതുപോലെ തന്നെ ഡോക്യുമെൻറ്റേഷൻസും കുറവാണെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഇതെൻ്റെ അഭിപ്രായമല്ല, ഓൾറെഡി അൺറിയൽ എടുത്തിട്ടുള്ള ആൾക്കാർ പറഞ്ഞിട്ടുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ പഠിച്ചു തുടങ്ങാൻ ഒത്തിരി പാടാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ രണ്ട് ഗെയിം എഞ്ചിൻസും വളരെ കേപ്പബിളായ ഗെയിം എഞ്ചിൻസാണ്. വളരെ അടിപൊളിയായിട്ടുള്ള ഗെയിംസ് ഈ രണ്ട് എഞ്ചിൻസും ഉണ്ടാക്കാറുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു ടൂളാണ്. ഈ ടൂൾ ഉപയോഗിച്ച് ഈ ഗെയിംസ് ഉണ്ടാക്കേണ്ടത് നമ്മളാണ്, ഡെവലപ്പേഴ്സ്.
സോ ടൂൾസ് തന്നെ ഗെയിംസ് ഉണ്ടാക്കത്തില്ല. സോ വാട്ട് എവർ ഏത് എഞ്ചിൻ നിങ്ങൾ ചൂസ് ചെയ്താലും അത് നിങ്ങൾ എത്രത്തോളം നന്നായിട്ട് പഠിക്കുന്നു എന്നതിലാണ് കാര്യം. അല്ലാതെ മെയിനായിട്ട് ഏത് എഞ്ചിൻ എടുക്കുന്നു എന്നല്ല. പിന്നെ ചിന്തിക്കേണ്ടത് നിങ്ങളുടെ സ്പെക്കും കൂടെ ചിന്തിക്കണം. കാരണം അൺറിയൽ കുറച്ചും കൂടെ സ്പെക്ക് ഹെവിയാണ്. നല്ല സ്പെക്കുള്ള ലാപ്ടോപ്പ് അല്ലെങ്കിൽ പി സി ഉണ്ടെങ്കിലേ അത് മര്യാദയ്ക്ക് റൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ നിങ്ങളുടെ സ്പെക്ക് കുറവാണെങ്കിൽ നിങ്ങൾ യൂണിറ്റ് തന്നെ ചൂസ് ചെയ്യുക. സ്പെക്കിനെ പറ്റി ഞാൻ വീണ്ടും പിന്നെ ലാസ്റ്റ് സംസാരിക്കുന്നതായിരിക്കും. സോ കണ്ടിരിക്കുക. സോ ഇതാണ് എൻ്റെ എന്താ സജഷൻ. നിങ്ങൾ തുടക്കക്കാരാണെങ്കിൽ ഞാൻ പറഞ്ഞു നിങ്ങൾ യൂണിറ്റി എടുക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ഓൾറെഡി കോഡിങ് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ആളാണെങ്കിൽ നിങ്ങൾ അൺറിയൽ നോക്കുക. ഒപ്പം പിന്നെ നിങ്ങളുടെ നല്ലൊരു പി സിയും കൂടെ വേണം. അതുകൂടെ മനസ്സിൽ വെച്ചേക്കുക. പക്ഷേ ഒരുമാതിരിപ്പെട്ട നല്ല ഗെയിമിംഗ് പി സീസൊക്കെ ലാപ്ടോപ്സൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് അൺറിയൽ റണ്ണാൻ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ കുറച്ച് ലാഗ് അടിക്കാൻ ചാൻസസ് ഉണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് ഇത്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു. സോ ഇനി അടുത്ത ചോദ്യം, മൂന്നാമത്തെ ചോദ്യം, സ്പെക്ക്. എന്തോരം സ്പെക്ക് നമുക്ക് വേണം ഈ ഗെയിം എഞ്ചിൻ റണ്ണാവാൻ വേണ്ടിയിട്ട്? സോ ഇതാണ് മിക്കവാറും ചോദിക്കുന്നത്. മെയിൻ ചോദ്യം ഇതാണ്, ചേട്ടാ എന്തോരം സ്പെക്ക് വേണം, ഗെയിം എഞ്ചിനൊക്കെ അല്ലേ ഇപ്പോൾ ഒത്തിരി ഗ്രാഫിക്സ് കാർഡും കാര്യങ്ങളൊക്കെ വേണമെന്ന്. സോ നേരത്തെ പറഞ്ഞല്ലോ, അൺറിയലിനാണെങ്കിൽ നല്ല ഗ്രാഫിക്സ് കാർഡും കാര്യങ്ങളൊക്കെ വേണം അത് റൺ ചെയ്യാൻ വേണ്ടിയിട്ട്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഏതാണ്ട് 8 GB VRAM വേണം എന്നാണ് റെക്കമെൻഡേഷൻ കേട്ടിട്ടുള്ളത്. ഓർമ്മയില്ല കറക്റ്റായിട്ട്. പറ്റുമെങ്കിൽ ഞാൻ കമൻറ്റ് ഇട്ടേക്കാം. അൺറിയലിൻ്റെയും അതുപോലെ തന്നെ രണ്ടിൻ്റെയും ഞാൻ കമൻറ്റ് ഇട്ടേക്കാം, ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം, വായിച്ച് നോക്കുക നിങ്ങൾ. സോ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അൺറിയൽ അത്യാവശ്യം നല്ല എന്താ സ്പെക്ക് ഹെവിയാണ്. നല്ലൊരു സിസ്റ്റം ഉണ്ടെങ്കിൽ നന്നായിട്ടത് വർക്ക് ചെയ്യത്തുള്ളൂ. എന്നാൽ യൂണിറ്റി അങ്ങനെയല്ല, അതിന് സ്പെക്ക് വേണം. പക്ഷേ അൺറിയലിൽ അത്ര ഡിമാൻഡിങ് അല്ല യൂണിറ്റി. സോ യൂണിറ്റിയെ പറ്റി ഞാൻ സംസാരിക്കാം. അൺറിയൽ എൻ്റെ കപ്പ് ഓഫ് ടീ അല്ല. സോ യൂണിറ്റിയെ പറ്റി ഞാൻ സംസാരിക്കാം ഈ വീഡിയോയിൽ. യൂണിറ്റിക്ക് നിങ്ങൾ റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രോസസ്സർ മിനിമം i5 8th ജനറേഷൻ അല്ല അതിൻ്റെ മണ്ടക്കൂട്ട് നിങ്ങൾക്ക് വേണം. എൻ്റെ ലാപ്ടോപ്പ് ഈ പറഞ്ഞ സ്പെക്കാണ്, i5 8th ജനറേഷൻ ആണ്. സോ ഇതുണ്ടെങ്കിൽ നല്ലതാണ്. അതിൻ്റെ താഴേക്ക് പോകാതിരിക്കാൻ ശ്രമിക്കുക. പിന്നെ ഇതിൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും AMD പ്രോസസ്സർ ഉണ്ടെങ്കിലും അതായാലും മതി. പിന്നെ വരുന്ന റാമാണ്. റാം വരുമ്പോൾ യൂണിറ്റി റൺ ചെയ്യാൻ വേണ്ടിയിട്ട് മിനിമം 8 GB ഉണ്ടെങ്കിലും നടക്കും. നിങ്ങൾക്ക് 8 GB റാമേ ഉള്ളെങ്കിലും നിങ്ങൾക്ക് ഗെയിം ഡെവലപ്മെൻറ്റ് പറ്റും. പക്ഷേ കുറച്ച് ലാഗ് അടിക്കാൻ ചാൻസ് ഉണ്ട്. അതായത് ചിലപ്പോൾ ഗെയിം എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാൻ കുറേ സമയം എടുക്കാറുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും കമ്പൈൽ ചെയ്യാൻ സമയം എടുക്കാറുണ്ട്. അങ്ങനെ കുറേ സംഭവങ്ങൾ വരാറുണ്ട് ചില സമയത്ത്. ഞാൻ കണ്ടിട്ടുണ്ട് പല ഓൾറെഡി ഉള്ള ഡെവലപ്പേഴ്സ്, എൻ്റെ കൂടെ അവിടെ പഠിച്ചിട്ടുള്ള സ്റ്റുഡൻസൊക്കെ 8 GB ഉള്ളവർ പിന്നീട് ഒരു 8 GB കൂടെ ആഡ് ചെയ്ത് 16 GB ഒക്കെ ആക്കി യൂസ് ചെയ്യാൻ കണ്ടിട്ടുണ്ട്. സോ അപ്പോൾ അവർ പറയുന്നത് കുറച്ചുകൂടെ എന്താ പറയുക, കുറച്ചുകൂടെ പെർഫോമൻസ് കൂടി, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗെയിം എഞ്ചിൻ കുറച്ചുകൂടെ സ്മൂത്തായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി എന്നൊക്കെ പറയാറുണ്ട്. സോ റെക്കമെൻഡേഷൻ പറ്റുമെങ്കിൽ 16 GB ചെയ്യാൻ ശ്രമിക്കുക. 8 GB റണ്ണാവും, പക്ഷേ അത്ര കണ്ട് സ്മൂത്ത് ആയിരിക്കത്തില്ല. എൻ്റെ പി സിയിൽ 32 GB റാം ഉള്ളത്. ഇത്രയും റാമിൻ്റെ ആവശ്യമില്ല. പിന്നെ എൻ്റെ ലാപ്ടോപ്പ് ഞാൻ സെക്കൻഡ്സ് വാങ്ങിച്ചതാണ്. അപ്പോൾ അതിനകത്ത് ഓൾറെഡി ഒരു 16 GB ഉണ്ടായിരുന്നു, ഒരു സ്റ്റിക്ക്. പിന്നെ ഞാൻ 16 GB വാങ്ങിച്ചിട്ടാണ് ഇരിക്കട്ടെ എന്ന് കരുതി. കാര്യം ഓൾറെഡി അത് 32 GB വരെ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. സോ അതിനോട്ടെന്ന് കരുതി വാങ്ങിച്ചിട്ടാണ്. പക്ഷേ എനിക്ക് ഇതുവരെ പറഞ്ഞില്ല, അതുകൊണ്ടായിരിക്കും കുറച്ച് എനിക്ക് ലാഗൊന്നും വന്നിട്ടില്ല, മര്യാദയ്ക്ക് റൺ ചെയ്യാറുണ്ട്. ഇനി അടുത്ത സംഭവം സ്റ്റോറേജാണ്. എന്തോരം സ്റ്റോറേജ് വേണം? സോ സ്റ്റോറേജിന് വേണ്ടിയിട്ട് ഹാർഡ് ഡിസ്ക് പറ്റത്തില്ല. ഹാർഡ് ഡിസ്ക് വളരെ സ്ലോ ആക്കും നിങ്ങളുടെ പി സി ഓവറോൾ. പിന്നെ ഈ ഗെയിമിങ് റൺ ചെയ്യാനും ഭയങ്കര പാടായിരിക്കും. സോ SSD വേണം. SSDയിൽ എന്തോരം സ്റ്റോറേജ് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും മിനിമം 500 GB എങ്കിലും വേണം. കാരണം ഈ ഗെയിം പ്രോജക്റ്റ്സ് നമ്മൾ ചെയ്യുമ്പോൾ നല്ല സൈസ് എടുക്കും ഓരോ ഫയലും, അല്ല ഓരോ പ്രോജക്റ്റും. 5 GB 6 GB ചിലപ്പോൾ അതിന് മണ്ടക്കൂട്ടമൊക്കെ പോകാറുണ്ട്. സോ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ സ്റ്റോറേജ് റൺ ഔട്ടാവും. സോ മിനിമം 500 GB എങ്കിലും വേണം. പറ്റുമെങ്കിൽ 1 TB യൂസ് ചെയ്യുക, ബെറ്റർ ആയിരിക്കും SSD. എൻ്റേത് 250 GB ആണ്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നല്ല സ്റ്റോറേജ് വേണമെന്ന്. കാര്യം എൻ്റെ 250 GB ഉള്ളൂ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഈ സാധനം ഫുള്ളാവും. 2 GB 5 GB ഒക്കെ കാണാറുള്ളൂ മിക്കവാറും എൻ്റെ സ്പേസ്. ഞാൻ പിന്നെ എക്സ്ട്രാ ഒരു എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് യൂസ് ചെയ്തിട്ടാണ് എൻ്റെ സ്റ്റോറേജൊക്കെ ഒന്ന് മാനേജ് ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം മെനക്കെടാ പണി. സോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പറ്റുമെങ്കിൽ 500 GB അല്ലെങ്കിൽ 1 TB വാങ്ങിച്ച് യൂസ് ചെയ്യുക.
250 GB പറ്റും, പക്ഷേ നിങ്ങൾ സ്റ്റോറേജ് മാനേജ് ചെയ്ത് തന്നെ കുറച്ച് സമയം നിങ്ങൾ കളയും. വേറെ പ്രശ്നമൊന്നുമില്ല, ഇതാണ് പ്രശ്നം. സ്റ്റോറേജ് ഇഷ്യൂസ് വരാൻ ചാൻസ്, പെട്ടെന്ന് ഫുള്ളാവും ഈ പറഞ്ഞ ഗെയിമിങ്സ് റൺ ചെയ്യുമ്പോൾ. പക്ഷേ SSD തന്നെ വേണം. SSD അല്ലെങ്കിൽ NVMe വാട്ടെവർ, SSD മതിയാവും. പിന്നെ അടുത്ത മെയിൻ ചോദ്യമാണ് ഗ്രാഫിക്സ് കാർഡ്. ചേട്ടാ എന്തോരം ഗ്രാഫിക്സ് കാർഡ് വേണം, വലിയ പവർഫുൾ ഗ്രാഫിക്സ് കാർഡൊക്കെ വേണ്ടി വരുമോ? യൂണിറ്റിക്ക് അതിൻ്റെ ആവശ്യമില്ല. എൻ്റെ ഗ്രാഫിക്സ് കാർഡ് എന്ന് പറയുന്നത് ഇൻ്റലിൻ്റെ HD ഗ്രാഫിക്സ് കാർഡാണ്. HD60 എന്ന് പറയുന്ന ഗ്രാഫിക്സ് കാർഡാണ്. ഇതൊരു ഇൻ്റഗ്രേറ്റഡ് ഗ്രാഫിക്സ് കാർഡാണ്. ഈ PC-യിലൊക്കെ ബിൽഡ് ചെയ്യാനായിട്ട് വരുന്ന സംഭവം. ഇത് വെച്ചിട്ട് എനിക്ക് GTA 5 ഒക്കെ 720p കളിക്കാൻ പറ്റത്തുള്ളൂ. 15 FPS ഒക്കെ കിട്ടും എനിക്ക്. ഇത് മതി യൂണിറ്റി റൺ ചെയ്യാൻ വേണ്ടിയിട്ട്, തുടക്കക്കാർക്ക് വേണ്ടിയിട്ട്. കാര്യം നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്ന ഗെയിംസൊക്കെ ചെറിയ ചെറിയ ഗെയിംസും ആയിരിക്കും. ഒത്തിരി ലൈറ്റിങ് അല്ലെ ഒത്തിരി ഹൈ ഡെഫിനിഷൻ സംഭവങ്ങളൊന്നും നമ്മൾ ചെയ്യാൻ പോകുന്നില്ല. ഇതിൻ്റെ ആവശ്യമുള്ളൂ. അല്ല എൻ്റെ മണ്ടക്കോട്ട് എന്തെങ്കിലും, അല്ല നിങ്ങൾക്ക് ഒത്തിരി വലിയ ഗ്രാഫിക്സ് കാർഡിൻ്റെ ആവശ്യം ഇതിന് വരത്തില്ല. നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ, പുറപ്പെടുന്നതിന് മുന്നേ ചെക്ക് ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് യൂണിറ്റി ഡൗൺലോഡ് ചെയ്യുക, ഏതെങ്കിലും പ്രൊജക്റ്റ് എടുത്ത് ചെയ്ത് നോക്കുക, അത് റൺ ചെയ്ത് നോക്കുക. അപ്പോൾ അറിയാൻ പറ്റും നിങ്ങളുടെ ലാപ്ടോപ്പിൽ താങ്ങുമോ ഇല്ലയോ എന്ന്. അങ്ങനെ ഞാൻ നോക്കിയത്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇതാണ് നിങ്ങളുടെ പൊതുവേ വരാനുള്ള സംശയങ്ങൾ, ഇതാണ് പൊതുവെ ചോദിക്കാറുള്ള സംശയങ്ങൾ. അതിനുള്ള ഉത്തരങ്ങളുമാണ് ഈ വീഡിയോ. ഹെൽപ്ഫുൾ ആയെന്ന് തോന്നുന്നു. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ ഈ ചാനൽ ഇനി തൊട്ട് മാക്സിമം നല്ല രീതിയിൽ വീഡിയോസ് ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും. വലിയ എഡിറ്റിംഗ് ഒന്നും പ്രതീക്ഷിക്കരുത്, പക്ഷേ നല്ല കണ്ടൻറ്റ് ഇടാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും എല്ലാ ശനിയാഴ്ചയും. എനിവേസ് അപ്പോൾ നിങ്ങൾക്ക് കണ്ടൻറ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഗെയിം ഡെവലപ്മെൻറ്റ് തുടങ്ങാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. തീർച്ചയായിട്ടും അവർക്കിത് ഹെൽപ്ഫുൾ ആയിരിക്കും. അത്രയേ ഉള്ളൂ. അടുത്ത ആഴ്ച കാണാം. ഗുഡ് ബൈ.